ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി. നേതാവായി തെരഞ്ഞെടുത്തത് ബിജെപി നിയമസഭാ കക്ഷിയോഗം. മഹായുതി സർക്കാർ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 5-ന്. ബംഗ്ലാദേശിനെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ചൈന പാക് ഗൂഢാലോചന. തെളിവായി ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ ബീജിംഗ് സന്ദർശനം. ചൈനയുടെ ലക്ഷ്യം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശ് വഴി കടന്നുകയറ്റം. ജനം ബിഗ് ബ്രേക്കിംഗ്. സുവർണ ക്ഷേത്രത്തിലെ വെടിവയ്പിൽ ഖലിസ്ഥാൻ ബന്ധം സൂചിപ്പിച്ച പോലീസ്. സുഖ്ബീർ സിംഗ് ബാദലിന് നേരെയുള്ള വധശ്രമത്തിൽ അക്രമി പിടിയിൽ. സുരക്ഷാ വീഴ്ചയെന്ന് അകാലിദൾ. സംഭൽ വിഷയം ആളിക്കത്തിക്കാനുള്ള കോൺഗ്രസ് ശ്രമം പൊളിഞ്ഞു. രാഹുലിന്റെയും പ്രിയങ്കയുടെയും യാത്ര തടഞ്ഞ പോലീസ്. ഗാസിപ്പൂർ അതിർത്തിയിൽ വൻ പോലീസ് സന്നാഹം. നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ MLA-മാർ. പ്രതിജ്ഞ ചൊല്ലി രാഹുൽ മാങ്കൂട്ടത്തിലും UR പ്രദീപും. സാക്ഷിയായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. ശബരിമലയിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും വിലക്കി ഹൈക്കോടതി. പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലും വിലക്ക് ബാധകം. ഡോളി സമരത്തിൽ റിപ്പോർട്ട് നൽകാൻ ചീഫ് പോലീസ് കോർഡിനേറ്റർക്ക് നിർദ്ദേശം. ഗുരുവായൂരിലെ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റുന്നതിനെതിരായ ഹർജി അല്പസമയത്തിനകം ഹൈക്കോടതിയിൽ. അറുതിയില്ലാതെ വഖഫ് അതിക്രമം. കോഴിക്കോട് MM അലി റോഡിലെ 10 വ്യാപാരികൾക്ക് നോട്ടീസ് അയച്ച് വഖഫ് ബോർഡ്. വടകരയിൽ ഹോട്ടൽ ഉടമയായ വയോധികൻ ശ്രീധരനും വഖഫ് നോട്ടീസ്. കളർകോട് വാഹന അപകടത്തിൽ മരിച്ച ആയുഷ് ഷാജിക്ക് വിട നൽകി ജന്മനാട്. ദേവനന്ദന്റെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം. കൊല്ലം ചടയമംഗലത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരു മരണം. നിരവധി പേർക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ദേവേന്ദ്ര ഫട്നാവിസ് അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. BJP കോർ കമ്മിറ്റി യോഗം ഫട്നാവിസിനെ നേതാവായി തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈ ആസാദ് മൈതാനിയിൽ നടക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തുമെന്നുള്ള ചോദ്യത്തിന് ഔദ്യോഗികമായി ഉത്തരമായിരിക്കുകയാണ്. മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് ചുമതലയേൽക്കും. നിലവിൽ മുംബൈയിൽ BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. കോർ കമ്മിറ്റി യോഗത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം നിരീക്ഷകരായി നിശ്ചയിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയാണ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് മുൻപോട്ട് വെച്ചിട്ടുള്ളത്. BJPയുടെ നിയമസഭാ കക്ഷി യോഗവും മുംബൈയിൽ ചേരുന്നുണ്ട്. BJPയുടെ മുഴുവൻ MLA-മാരും പങ്കെടുക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി ആദ്യം ദേവേന്ദ്ര ഫട്നാവിസിനെ തെരഞ്ഞെടുക്കും. പിന്നീട് മഹായുതിയുടെ നേതാവായി ദേവേന്ദ്ര ഫട്നാവിസ് എത്തുകയും ഗവർണറെ കണ്ടുകൊണ്ട് ഈ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പിന്നീട് സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്കും അത്തരത്തിലുള്ള ഔദ്യോഗിക ചടങ്ങുകളിലേക്കും കടക്കും. നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈയിൽ ആസാദ് മൈതാനിയിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക എന്നുള്ളതാണ് BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിനായി മുംബൈയിലെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മഹാരാഷ്ട്രയിൽ കരുത്തുറ്റ വിജയമായിരുന്നു ഇത്തവണ BJP നേതൃത്വം നൽകുന്ന മഹായുതി നേടിയിട്ടുള്ളത്. 2019 തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP വന്നെങ്കിലും പിന്നീട് ശിവസേന കോൺഗ്രസിനും NCPക്കുമൊപ്പം പോയി അവിടെ ഒരു ഭരണ അട്ടിമറിയും പിന്നീട് നടന്ന നാടകീയ രംഗങ്ങളും നമുക്ക് മുൻപിലുണ്ട്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2024 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 288 അംഗ നിയമസഭയിൽ 234 സീറ്റുകൾ നേടിക്കൊണ്ടാണ് BJP നേതൃത്വം നൽകുന്ന സഖ്യം ഭരണ തുടർച്ച നേടിയത്. അതും മത്സരിച്ച 80% സീറ്റുകളിലും വിജയം നേടിക്കൊണ്ടാണ് BJP കരുത്തു കാട്ടിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ വിജയം മഹായുതി മഹാരാഷ്ട്രയിൽ നേടിയെടുത്തു. ഒരു
പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അംഗങ്ങളുടെ പിന്തുണ പോലും ഇല്ലാതെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസും NCP ശരത് പവാറും ഒപ്പം ശിവസേന ഉദ്ധവ് വിഭാഗവും ഉൾപ്പെടുന്ന മഹാവികാസ് അഘാടി സഖ്യം മറികടന്നിട്ടുള്ളത്. അവിടെ കോൺഗ്രസും ശിവസേനയുടെ ഉദ്ധവ് വിഭാഗവും ശരത് പവാർ NCP വിഭാഗവും തകർന്നടിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ മണിക്കൂറുകൾ, കഴിഞ്ഞ ദിവസങ്ങൾ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടേതായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ളത് ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയതോടെ ആ കസേരയിലേക്ക് വീണ്ടും ദേവേന്ദ്ര ഫഡ്നാവിസ് എത്തും എന്നുള്ളത് തന്നെയായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം BJPയുടെ കേന്ദ്ര നേതൃത്വം പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിലാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകട്ടെ എന്ന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. നേരത്തെ യുവമോർച്ചയുടെ വാർഡ് പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്ന് തുടങ്ങിയാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. 1999-ലാണ് നാഗ്പൂർ വെസ്റ്റിൽ നിന്ന് ആദ്യമായി ദേവേന്ദ്ര ഫഡ്നാവിസ് നിയമസഭയിലേക്ക് എത്തുന്നത്. 2014 മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി, മഹാരാഷ്ട്രയിൽ BJPയുടെ കരുത്തുറ്റ മുഖമായി 2014 മുതൽ 19 വരെ മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫഡ്നാവിസ് പിന്നീട് സഖ്യ സർക്കാർ രൂപീകരിക്കുമ്പോൾ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാകുകയും ദേവേന്ദ്ര ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതും നമ്മൾ കണ്ടു. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ മഹായുതി വിജയിച്ചു എന്ന് പറയുമ്പോഴും BJP അവിടെ നേടിയതൊരു ചരിത്ര വിജയം തന്നെയാണ്. അതിൻ്റെ ബാക്കി പത്രമായാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈയിൽ ആസാദ് മൈതാനിയിലാണ് മഹായുതി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. സർക്കാർ രൂപീകരണ ചർച്ചകൾ, മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ധനവകുപ്പ് ഉൾപ്പെടെയുള്ള ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ NCP അജിത് പവാർ പക്ഷത്തിനും പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് നൽകും. ആഭ്യന്തരം BJP തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന. രോഹിണി. ശരി ജിഷ്ണു. ദേവേന്ദ്ര ഫഡ്നാവിസ് അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. BJP കോർ കമ്മിറ്റി യോഗം ഫഡ്നാവിസിനെ നേതാവായി തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈ ആസാദ് മൈതാനിയിൽ നടക്കും. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിലെ സംഭൽ വിഷയം ആളിക്കത്തിക്കാൻ കോൺഗ്രസ്. സർവേ നടന്ന ചന്ദൌസി സന്ദർശിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുലിനെയും പ്രിയങ്കയെയും ഗാസിപൂരിൽ തടഞ്ഞു. UP പോലീസാണ് രാഹുലിനെയും പ്രിയങ്കയെയും തടഞ്ഞതിനെ തുടർന്ന് ഇരുവരും സംഭൽ യാത്ര വേണ്ടെന്നു വെച്ച് തിരികെ പോയി. സംഭൽ സംഘർഷ മേഖലയിൽ പുറത്തുനിന്നുള്ളവർക്ക് ജില്ലാ മജിസ്ട്രേറ്റ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, സംഭൽ സന്ദർശിക്കുക എന്ന രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുലും പ്രിയങ്കയും അവിടെ എത്തിയത്. വലിയ രീതിയിൽ പോലീസ് വിന്യാസം നടത്തിയിരുന്നു. അവർ നേരത്തെ തന്നെ ഗസിപൂരിൽ തടയുകയും ചെയ്തു. തുടർന്ന് ഏറെ നേരം വാഹനത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ പ്രിയങ്കയും രാഹുലും മടങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു പുറത്തുനിന്നുള്ളവർക്ക് സംഭലിൽ പ്രവേശനം പാടില്ല എന്നുള്ളത്. എന്തായാലും ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ഇവരുടെ ഈ സന്ദർശന ഉദ്ദേശവും. കൂടുതൽ വിവരങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ സംഭലിൽ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ നിയന്ത്രണം ഡിസംബർ 10 വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് ആരെയും സംഭലിലേക്ക് കടത്തിവിടുന്നില്ല. നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ഇന്റർനെറ്റ് ഉൾപ്പെടെ വിച്ഛേദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സ്ഥലത്തേക്ക് അനാവശ്യമായി യാത്ര ചെയ്യാൻ ശ്രമിച്ചതാണ് ഇതിപ്പോൾ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഗാസിപൂർ അതിർത്തിയിൽ വെച്ച് തന്നെ രാഹുൽ, പ്രിയങ്ക, KC വേണുഗോപാൽ തുടങ്ങി കോൺഗ്രസ് നേതാക്കളെ UP പോലീസ് തടയുകയായിരുന്നു. വലിയ ബാരിക്കേഡും അതോടൊപ്പം തന്നെ ബസ്സുകളും കുറുകെയിട്ട് ഇവരുടെ വാഹനങ്ങൾ തടഞ്ഞു. പിന്നീട് ഏത് വിധേനയും മുന്നോട്ട് നീങ്ങും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഉൾപ്പെടെയുള്ളവർ റോഡിൽ ഇരുന്നുവെങ്കിലും UP പോലീസ് ഒട്ടും തന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് പിന്നീട് രാഹുലും പ്രിയങ്കയും KC ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്നീട് പിരിഞ്ഞു പോകുന്ന, തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഉത്തർപ്രദേശ് പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഒരു രാഷ്ട്രീയ നേതാവിനെയും ഇപ്പോൾ സംഭലിലേക്ക് കടത്തിവിടുന്നില്ല. അത് കോൺഗ്രസിന്റേതെന്നല്ല, ഒരു തരത്തിലും രാഷ്ട്രീയ മത സാമുദായിക നേതാക്കളെ ഒരു കാരണവശാലും ഇപ്പോൾ സംഭലിലേക്ക് അയക്കേണ്ടതില്ല എന്നതാണ് UP സർക്കാരിന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെയും ഇന്ന് തടഞ്ഞത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശിരോമണി അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. സുവർണക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഇന്ന് രാവിലെയായിരുന്നു സംഭവം. വെടിയുതിർത്തയാളെ സുഖ്ബീർ സിംഗ് ബാദലിന്റെ ഒപ്പമുണ്ടായിരുന്നവർ കീഴ്പ്പെടുത്തി. ഇയാൾക്ക് ഖലിസ്ഥാൻ ബന്ധമെന്ന് സൂചന.
ਆਪਾਂ ਇਨਵੈਸਟੀਗੇਸ਼ਨ ਦਾ ਪਾਰਟ ਆ, ਉਹ ਆ ਜਾਏਗਾ ਸਾਹਮਣੇ। ਕੋਈ ਵੀ ਜਿਹੜਾ ਐਂਗਲ ਹੈ, ਜਦੋਂ ਮੁਲਜ਼ਮ ਹੀ ਫੜਿਆ ਗਿਆ ਉਹਦੀ ਇਨਵੈਸਟੀਗੇਸ਼ਨ ਸਾਰੀ ਗੱਲ ਰਿਵੀਲ ਕਰੇਗੀ। ਦੇਖੋ ਬੜੀ ਸਿੰਪਲ ਗੱਲ ਹੈ, ਆਪਾਂ ਨੂੰ ਸਾਰਿਆਂ ਨੂੰ ਪਤਾ ਹੈ ਕਿ ਜਿਹੜਾ ਕ੍ਰਿਮੀਨਲ ਬੈਕਗ੍ਰਾਉਂਡ ਦਾ ਬੰਦਾ ਉਹਦਾ ਸਾਰਾ ਬੈਕਗ੍ਰਾਉਂਡ ਸਭ ਨੂੰ ਪਤਾ ਹੈ। ਉਹਦੀ ਜਿਹੜੀ ਇਨਵੈਸਟੀਗੇਸ਼ਨ ਹੈ ਉਹੀ ਸਾਰੀ ਗੱਲ ਅੱਗੇ ਰਿਵੀਲ ਕਰੇਗੀ ਕਿ ਡੀਪਰ ਕਨਸਪੀਰੇਸੀ ਕੀ ਹੈ ਜਾਂ ਨਹੀਂ ਹੈ। ਦੇਖੋ ਤਾਂ ਤੁਹਾਨੂੰ ਮੈਂ ਦੱਸਿਆ ਕਿ ਉਹਨੇ ਅਸੈਸੀਨੇਸ਼ਨ ਦੀ ਕੋਸ਼ਿਸ਼ ਤਾਂ ਕੀ ਮਤਲਬ ਅਟੈਂਪਟ ਕੀਤਾ ਅਟੈਕ ਦਾ, ਪਰ ਸਾਡੀ ਜਿਹੜੀ ਪੁਲਿਸ ਦੀ ਅਲਰਟਨੈਸ ਕਰਕੇ ਬਚਿਆ। ਆਪਣੇ ਜਿਹੜੇ ਮੁਲਾਜ਼ਮ ਮੈਂ ਤੁਹਾਨੂੰ ਤਿੰਨਾਂ ਦਾ ਨਾਮ ਦੱਸਿਆ, ਉਹਨਾਂ ਨੇ ਹੀ ਉਹਨਾਂ ਦੀ ਬਾਹ ਫੜ ਲਈ ਉਦੋਂ ਮੌਕੇ ਤੇ ਬੜਾ ਅੱਛਾ ਇਹਨੂੰ ਇੱਕ ਵਾਰ ਜਿਹੜਾ ਬਚਾਅ ਹੋ ਗਿਆ। ਸੰਗਤ ਨੂੰ ਮੈਂ ਇਹੀ ਅਪੀਲ ਕਰਨਾ ਚਾਹੁੰਦਾ ਜੀ, ਆਪਾਂ ਗੁਰੂ ਸਾਹਿਬ ਦੀ ਧਰਤੀ ਤੇ ਸਾਰੇ ਇੱਥੇ ਸੇਵਾ ਕਰ ਰਹੇ ਹਾਂ। ਆਪਾਂ ਜਿਹੜੇ ਮਹਾਰਾਜ ਦਾ ਦੱਸੇ ਹੋਏ ਮਾਰਗ ਹੈ ਉਸ ਤੇ ਚੱਲੀਏ ਔਰ ਸ਼ਾਂਤੀ ਬਰਕਰਾਰ ਰੱਖੀਏ। ਦੂਜੀ ਗੱਲ ਹੈ ਕਿ ਸਾਡੀ ਪੁਲਿਸ ਦੀ ਜ਼ਰੂਰ ਸਹਾਇਤਾ ਕਰੋ, ਜਿੱਥੇ ਸਾਡੀ ਲੋੜ ਹੈ ਸਾਨੂੰ ਸਪੋਰਟ ਕਰੋ ਔਰ ਸਾਡੇ ਜਿਹੜੇ ਉਹਦੇ 'ਚ ਮਦਦ ਕਰੋ, ਤਾਂ ਕਿ ਅਸੀਂ, ਕਿਉਂਕਿ ਔਖੀ ਡਿਪਲੋਇਮੈਂਟ ਹੁੰਦੀ ਹੈ ਬਿਕੋਜ਼ ਆਫ ਧਾਰਮਿਕ ਭਾਵਨਾਵਾਂ। ਨਹੀਂ ਅਜੇ ਕੋਈ ਗੱਲ ਨਹੀਂ ਹੋਈ ਜੀ, ਉਹ ਸਾਰਾ ਆਪਾਂ ਦੇਖ ਕੇ ਤੁਹਾਨੂੰ ਦੱਸਾਂਗੇ ਜੀ। ਅਜੇ ਮੈਂ ਪ੍ਰੀਲਿਮਿਨਰੀ ਬਰੀਫਿੰਗ ਕਰ ਰਿਹਾ। ബംഗ്ലാദേശിൽ തുടരുന്ന ഹിന്ദു വേട്ട. ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപത്തിൽ ചൈനയ്ക്കും പാകിസ്ഥാനും വ്യക്തമായ പങ്ക്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ബീജിംഗ് സന്ദർശിച്ചത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരം. ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശ് വഴിയുള്ള കടന്നുകയറ്റത്തിന് ചൈനീസ് നീക്കമെന്ന് വിലയിരുത്തൽ. ബംഗ്ലാദേശിലെ ഹൈന്ദവ ജനതയുടെ പോരാട്ടം അഖണ്ഡ ഭാരത സാക്ഷാത്കരണത്തിനെന്ന് RSS ക്ഷേത്രീയ കാര്യവാഹ് M രാധാകൃഷ്ണൻ. തിരുവനന്തപുരത്ത് നടന്ന ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു M രാധാകൃഷ്ണൻ. തെക്കൻ കേരളത്തിലെ ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനങ്ങളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ബംഗ്ലാദേശിൽ വംശഹത്യക്കിരയാകുമ്പോഴും പലായനത്തിന് തയ്യാറാകാതെ ഇസ്ലാമിക ഭീകരവാദികളെ വെല്ലുവിളിക്കുന്ന ഹൈന്ദവ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ആയിരങ്ങളാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നടന്ന സമ്മേളനങ്ങളിൽ അണിനിരുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നടന്ന പ്രകടനത്തിനും ഐക്യദാർഢ്യ സമ്മേളനത്തിനും മുൻ DGP TP സെൻകുമാർ, സ്വാമി ഹരിഹരാനന്ദ, VT രമ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനിച്ച മണ്ണിൽ ഉറച്ചു നിൽക്കുമെന്ന് തീരുമാനമെടുത്ത ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഭാരതം പിന്തുണ നൽകണമെന്ന് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ RSS ക്ഷേത്രീയ കാര്യവാഹ് M രാധാകൃഷ്ണൻ പറഞ്ഞു. ബംഗ്ലാദേശിലെ പോരാട്ടം അഖണ്ഡ ഭാരതം സാക്ഷാത്കരിക്കാൻ കൂടി വേണ്ടിയാണ്. ബംഗ്ലാദേശിലെ പോരാട്ടം അഖണ്ഡ ഭാരതത്തെ സാക്ഷാത്കരിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ആ പോരാട്ടത്തിന്റെ പിന്നിൽ ഇന്ത്യ ഒന്നാകെ അണിനിരക്കേണ്ടതുണ്ട്, ലോകം മുഴുവൻ അണിനിരക്കേണ്ടതുണ്ട്. ലോകത്തെ കൊണ്ട് നമ്മളത് ചെയ്യിക്കുമെന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയക്കാരുമൊക്കെ ബംഗ്ലാദേശ് വിഷയത്തിൽ ഒന്നും മിണ്ടാൻ തയ്യാറാകുന്നില്ലെന്ന് കൊല്ലം ചിന്നക്കടയിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് കുറ്റപ്പെടുത്തി. ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം നരവേട്ടകൾ, അഴിഞ്ഞാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ബംഗ്ലാദേശിലെ ഇന്നത്തെ സാഹചര്യങ്ങളെ നാം വിലയിരുത്തേണ്ടത്. ബംഗ്ലാദേശിൽ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ വേട്ട എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് കുറച്ചും കൂടെ യോജിച്ച വാക്ക് ഹിന്ദു വേട്ട എന്ന് തന്നെയാണ്. ഹിന്ദുക്കളെയാണ് അവിടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് മതന്യൂനപക്ഷ സംരക്ഷണ സമിതി പത്തനംതിട്ടയിൽ നടത്തിയ പ്രകടനം സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച നഗരം ചുറ്റി പത്തനംതിട്ട ടൗണിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ കേരള പ്രാന്ത സംഘ കാര്യവാഹ് KB ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമ്മേളനമാണ്. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു സാംസ്കാരിക സംഘടനയോ
ഒരു സാഹിത്യ നായകന്മാരോ ശ്രദ്ധിക്കാൻ കൂട്ടാക്കാത്ത ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് ഈ മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമ്മേളനം നടക്കുന്നത്. പത്തനംതിട്ട, കൊല്ലം ബ്യൂറോകൾക്കൊപ്പം ജനം, തിരുവനന്തപുരം. ബംഗ്ലാദേശിൽ സംഭവിക്കുന്നതെല്ലാം വേദനാജനകമായ കാര്യങ്ങളെന്ന് കേരളത്തിലെ ഇസ്കോൺ ക്ഷേത്രങ്ങളുടെയും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെയും ചുമതലയുള്ള ജഗത് സാക്ഷിദാസ് ബ്രഹ്മചാരി. ഇസ്കോണിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും സംരക്ഷണം വേണം. ഭാരത സർക്കാർ വേണ്ടത് ചെയ്യുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആഗോളതലത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും ജഗത് സാക്ഷിദാസ് ബ്രഹ്മചാരി പറഞ്ഞു. ഇന്ന് ഒരുപാട് ആതുര സേവനങ്ങളും ആ രാജ്യത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന കാര്യം നമുക്ക് ചെറിയ വിഷമമാണ്. ബംഗ്ലാദേശിൽ എത്രയും പെട്ടെന്ന് ശാന്തിയും സമാധാനവും ഉണ്ടാകണം. ഇസ്കോൺ പ്രസ്ഥാനത്തിന് വേണ്ട സംരക്ഷണം ലഭിക്കണം. മറ്റ് ന്യൂനപക്ഷത്തിലുള്ള എല്ലാ മതത്തിലുള്ളവർക്കും സംരക്ഷണം കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ പ്രസ്ഥാനം കേന്ദ്രത്തിൽ ഭാരത സർക്കാരിനോട് പലതരത്തിലുള്ള അഭിമുഖങ്ങളും അതിന് വേണ്ട നീക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാരും വേണ്ട സഹായങ്ങൾ ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ശാന്തിയും സമാധാനം ഉണ്ടാകും എന്ന് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇതോട് സംബന്ധിച്ച് ഇസ്കോൺ ഗ്ലോബൽ ആഗോളതലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥനാ കൂട്ടങ്ങളും അവിടെയുള്ള എംബസികളിൽ ചെന്നിട്ട് ഇതിൻ്റെ പെറ്റീഷൻ കൊടുക്കുന്നതുമായിട്ടുള്ള എല്ലാ നീക്കങ്ങളുമുണ്ട്. സർവേശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ശാന്തിയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഹരേ കൃഷ്ണ. വഖഫ് അധിനിവേശം. കോഴിക്കോട് എം അലി റോഡിലെ 10 വ്യാപാരികൾക്ക് വഖഫ് ബോർഡിന്റെ നോട്ടീസ്. 40ഓളം വർഷമായി വാടക കെട്ടിടത്തിൽ വ്യാപാരം നടത്തുന്നവർക്കാണ് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വസ്തു വഖഫ് ചെയ്തതാണെന്നും ഉടൻ ഒഴിയണമെന്നുമാണ് വഖഫ് ബോർഡിന്റെ ആവശ്യം. കോഴിക്കോട് പാളയം എം അലി റോഡിൽ 7 സെന്റ് ഭൂമിയിൽ പ്രവർത്തിക്കുന്ന 10 വ്യാപാരികൾക്കാണ് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 36 മുതൽ 40 വരെ വർഷങ്ങളായി വാടക നൽകിപ്പോരുന്ന കെട്ടിടത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള വഖഫ് ബോർഡിന്റെ നടപടിയിൽ പ്രതിഷേധത്തിലാണ് വ്യാപാരികൾ. വേങ്ങര മൂസ ഹാജി എന്ന വ്യക്തിയുമായായിരുന്നു വ്യാപാരികൾ കരാറിൽ ഏർപ്പെട്ടത്. പിന്നീട് പാണക്കാട് പൂക്കോയത്തങ്ങൾ യത്തീംഖാനയ്ക്ക് മൂസ ഹാജി വസ്തു കൈമാറുകയായിരുന്നു. അവർക്കും വ്യാപാരികൾ കൃത്യമായി വാടക നൽകി പോന്നിരുന്നു. അതിനിടെയാണ് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചത്. 40-40 വർഷമായിട്ട് ഇവിടെ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളിത് മൂസ ഹാജി എന്ന് പറഞ്ഞ ആടുന്ന് വാങ്ങിച്ചതാണ് സ്ഥാപനം. പിന്നെ അത് അവരതിൻ്റെ ഇടയിൽ എപ്പോഴോ എത്തിങ്ങാനൊക്കെ അത് മറച്ചു വെക്കുക എന്തോ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് വാടക അടയ്ക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിതരാവുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ, ഞങ്ങൾ ഇത്രയും വർഷം ഇവിടെ ഇരുന്ന് ഇനി പുറമെ പോയിട്ട് ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ പോയിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കുട്ടികളും പ്രാരാബ്ദങ്ങളും കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ ഇനി പോയിട്ട് എന്താ ചെയ്യുക? 40 വർഷത്തോളമായി ഇവിടെ തന്നെ ഇരിക്കുന്ന വ്യക്തികളാണ്. ചേരൂർ എത്തിങ്ങാന വാടകയ്ക്ക് വരികയും അവർക്ക് വാടക കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയും ചെയ്ത്. അന്നേരം ഞങ്ങൾ അറിയുന്നില്ല ഇത് ആരതാണ് ബിൽഡിങ്, എന്താണ് ഇതെന്നൊന്നും അറിയുന്നില്ല. അതിന് ശേഷം തുടർച്ചയായി വാടക കൊടുത്ത് 2023 ആകുമ്പോഴത്തേക്ക് എത്തിങ്ങാൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞ് ഞങ്ങളോട് റൂം ഒഴിഞ്ഞു കൊടുക്കണം, അവർക്ക് പുതിയ ബിൽഡിങ് എടുക്കണം, ബിൽഡിങ് എടുത്തു കഴിഞ്ഞിട്ട് റൂം തരുമെന്നാണ് പറഞ്ഞ്. ഞങ്ങൾ പറഞ്ഞ അഗ്രിമെൻ്റ് പ്രകാരം ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ റൂം ഒഴിഞ്ഞു തരാം, നിങ്ങൾ ബിൽഡിങ് ഉണ്ടായിക്കോളൂ, എന്നിട്ട് ഞങ്ങൾക്ക് റൂം തന്നാൽ മതി. അതിനവർ സമ്മതിക്കുന്നില്ല. പിന്നീട് ഞങ്ങൾക്ക് കിട്ടുന്ന വകുപ്പ് നോട്ടീസാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നിട്ട് ഇവർ പറഞ്ഞു നിങ്ങൾ പീഡിയ ഞങ്ങൾ പൊളിച്ച് വേറൊരു ബിൽഡിംഗ് കെട്ടാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു പണി ചെയ്യാം, നമുക്ക് ഞങ്ങളവിടെ നിർത്തിക്കൊണ്ട് ഒരു ഇതിലേക്ക് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ സമ്മതിച്ചായിരുന്നു. പിന്നെ ഒരു സുഭാവത്തിൽ ഇവർ വന്ന് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഒഴിയണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അയക്കുകയുണ്ടായി. 40 വർഷമായി ഞങ്ങൾ ഫാദർ തുടങ്ങിയ ഷോപ്പാണ്. പിന്നെ ഇപ്പോൾ അച്ഛൻ മരിച്ച ശേഷം ഞാൻ തന്നെ നടത്തുന്നത്. ഇപ്പോൾ 40 വർഷത്തിന് മേലെ. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും പോലെ തന്നെ നമ്മൾ ഒഴിയാൻ വേണ്ടി പറഞ്ഞിരിക്കുക, നോട്ടീസ് വന്നിരിക്കുകയാണ്. അതിന് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കബീർ, ജഗദീശൻ, നാസർ, അജിത് കുമാർ, റോഷൻ, വാസുദേവൻ, മനോജ്, കുട്ടി ഹസൻ, വിജയൻ, ഫതക്കത്തുള്ള എന്നിവർക്കാണ് വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ജനം, കോഴിക്കോട്.
അവസാനിക്കാതെ വഖഫ് പിടിച്ചുപറി. കോഴിക്കോട് വടകരയിൽ ഹോട്ടൽ ഉടമ ശ്രീധരന് വഖഫ് നോട്ടീസ്. നോട്ടീസിനെതിരെ വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചെങ്കിലും വിധി വഖഫിന് അനുകൂലമായി വന്നിരിക്കുകയാണ്. ഭൂമിയുടെ എല്ലാ രേഖകളും കൈവശമുള്ള ശ്രീധരനാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. ഒരായുഷ്കാലത്ത് വിയർപ്പുകൊണ്ട് കെട്ടിപ്പടുത്ത ഹോട്ടൽ ഒഴിയേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് ശ്രീധരൻ എന്ന വയോധികൻ. വടകര ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തായാണ് വടകര സ്വദേശി ശ്രീധരന്റെ ഹോട്ടൽ കൈലാസ്. ആധാരം, പട്ടയം, കരമടച്ച രസീത് തുടങ്ങി ഭൂമിയുടെ എല്ലാ രേഖകളും ശ്രീധരന്റെ കൈവശമുണ്ട്. എന്നാൽ ഈ ഭൂമിക്കും കടമുറിക്കും അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് ആദ്യം അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോൾ ഭൂമിയുടെ എല്ലാ രേഖകളും കൈവശമുള്ളതുകൊണ്ട് തന്നെ ശ്രീധരൻ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. എന്നാൽ വിധി വഖഫിന് അനുകൂലമായാണ് വന്നത്. നമ്മളടുത്ത് എല്ലാ രേഖയുണ്ട്. 1965 പിന്നെ MP കുഞ്ഞബ്ദുള്ള എന്ന ആളോട് എൻ്റെ അച്ഛൻ ഈരാധാര പ്രകാരം വാങ്ങിയ ആധാരം എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് വരെ മുനിസിപ്പാലിറ്റി നികുതി, എല്ലാ സംഗതി, വില്ലേജ് ഓഫീസ് നികുതി എന്ന് വേണ്ട നിയമപ്രകാരമുള്ള എല്ലാ അടവുകളും അടച്ച് ഞങ്ങൾ കൈവശം വെച്ച് അനുഭവിച്ച് വരുന്ന സ്ഥാപനമാണിത്. കൂടാതെ ഇതിന് പട്ടയം വരെ കിട്ടിയതാണ്. എന്നിട്ടാണ് ഇത് അവരതാണെന്ന് പറഞ്ഞിട്ട് അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത്. നമ്മളിത് വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ടുപോകുന്നത്, നടത്തിയെടുക്കും. ഓരോ ദിവസവും അത്രയും പൊന്നും വില കൊടുത്തിട്ടാണ് അന്ന് നമ്മുടെ ഫാദർ ഇത് വാങ്ങിയത്. വഖഫിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഇവിടുത്തെ സാധാരണക്കാരന് മോചനമില്ലെന്ന് തെളിയിക്കുന്നതാണ് വടകരയിൽ ശ്രീധരന് തുടരെ വന്നുകൊണ്ടിരിക്കുന്ന ഈ വഖഫ് നോട്ടീസ്. ജനം, കോഴിക്കോട്. വഖഫ് ഭേദഗതി നിയമത്തിൽ മുനമ്പം ജനതയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ കോൺഗ്രസ് നേതൃത്വം. ഭരണഘടനാ വിരുദ്ധമായ നിലവിലെ വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്യുന്ന ബില്ലിനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യം ഉയർത്തിയായിരുന്നു തുറന്ന കത്ത്. മുനമ്പത്തെ ദുരിതം വഖഫ് ആക്ട് മൂലമല്ലെന്ന മുരട്ടുവാദം വേണ്ടെന്നും മുനമ്പം ജനത. 5 ചോദ്യങ്ങളാണ് മുനമ്പൻ ജനത കോൺഗ്രസ് പാർട്ടിക്കും പ്രതിപക്ഷ നേതാവ് VD സതീശിന് മുന്നിൽ വയ്ക്കുന്നത്. ഇതിൽ ആദ്യത്തേത് തീരദേശ ജനതയുടെ ദുരിതം വഖഫ് നിയമം മൂലമല്ലെന്ന മുരട്ടുവാദം ഉന്നയിച്ച് ഒരു ജനതയെ വഞ്ചിക്കില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞാണ് ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. വഖഫ് ആക്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളോട് എന്താണ് കോൺഗ്രസിന്റെ നിലപാടെന്നും വഖഫ് ഭേദഗതിക്കായി ചേരുന്ന പാർലമെന്റ് സെഷനുകളിൽ കേരളത്തിലെ UDF എംപിമാരുടെ നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യമുണ്ട്. മുനമ്പം പ്രശ്നം തീർക്കാൻ 10 മിനിറ്റ് മതിയെന്ന് പറയുന്ന പ്രതിപക്ഷം എന്താണ് ഫോർമുലയെന്ന് വ്യക്തമാക്കണം. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് തീർക്കാനാകുമെങ്കിൽ അത് ചെയ്യാത്ത സർക്കാരിനെതിരെ പ്രതിപക്ഷം സമരപരിപാടികൾ നടത്താത്തത് എന്തെന്നും ചോദ്യമുണ്ട്. MA നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ തയ്യാറാണോ എന്നും VD സതീശനോട് ചോദിക്കുന്ന മുനമ്പൻ നിവാസികൾ എന്തുകൊണ്ടാണ് വഖഫ് അധിനിവേശത്തിലെ ജനങ്ങളുടെ ആശങ്ക മനസ്സിലാക്കാത്തതെന്നും ചോദ്യമുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കി വഞ്ചിച്ചതുപോലെ ഇനിയും വഞ്ചിക്കുമോ എന്ന് ചോദിച്ചാണ് തുറന്ന കത്ത് അവസാനിക്കുന്നത്. ജനം, കൊച്ചി. മാസപ്പടി കേസിലെ SFIO അന്തിമ റിപ്പോർട്ട് സർക്കാരിന് മുഖ്യമന്ത്രിക്കും നിർണായകം. കോർപ്പറേറ്റ് ക്രമക്കേടുകൾ നടന്നതായി SFIO കണ്ടെത്തിയാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും CMRLനുമെതിരെ തുടർ നിയമ നടപടികളിലേക്ക് കടക്കും. 2 ആഴ്ചയ്ക്കകം ലഭിക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. മാസപ്പടി കേസിൽ കോടതി അംഗീകരിച്ചാൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറാണെന്ന് SFIO വ്യക്തമാക്കിയിരുന്നു. സർക്കാർ അനുമതി നൽകിയാൽ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുമെന്നും വിശദീകരിച്ചിരുന്നു. ഡൽഹി ഹൈക്കോടതിയിലായിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം സത്യവാങ്മൂലം സമർപ്പിച്ചത്. 2 ആഴ്ചക്കകം സമർപ്പിക്കുന്ന റിപ്പോർട്ടിലെ ഉള്ളടക്കം പ്രധാനമാണ്. കോർപ്പറേറ്റ് ക്രമക്കേടും ഫണ്ട് തിരിമറിയുമാണ് അന്വേഷണ പരിധിയിലെന്ന് SFIO കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ക്രമക്കേടും തിരിമറിയും കണ്ടെത്തിയാൽ കേസിൽ ബന്ധപ്പെട്ടവരെ പ്രതിയേർത്ത് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കാൻ SFIOയ്ക്ക് കഴിയും. കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും. ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തിയതാണെന്നും SFIO അന്വേഷണം തടയണമെന്നുമായിരുന്നു CMRL ഹർജി. കേസിൽ വീണയടക്കം 20 പേരെ SFIO ചോദ്യം ചെയ്തിട്ടുണ്ട്. നൽകാത്ത സേവനത്തിന് വീണയുടെ IT സൊല്യൂഷൻസ് കമ്പനിയായ എക്സാലോജിക് 1,72 ലക്ഷം രൂപ കൈപ്പറ്റിയതിലും ആദായ നികുതി കണക്കുകളിൽ ഇല്ലാതെ CMRL ചെലവഴിച്ച കോടികളിലുമാണ് അന്വേഷണം. ജനം, കൊച്ചി. മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തെ വീണ്ടും എതിർത്ത CMRL. ആദായ നികുതി തീർപ്പാക്കിയ കേസിൽ SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്നും CMRL. സെറ്റിൽമെന്റ് കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണമെന്നും CMRL കോടതിയിൽ വാദിച്ചു. കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച വാദം തുടരും. കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്നും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുമെന്നും SFIO ഇന്നലെ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു.
ശരണമെന്റെ അയ്യപ്പ. ശരണമെന്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA. കോ-പവർഡ് ബൈ ഇനിയെന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മെറാൾഡ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ് ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. വ്രതശുദ്ധിയുടെ നാളുകളിൽ വീടെങ്ങും ഉയരട്ടെ മകരനക്ഷത്രങ്ങൾ. ആർഷ പ്യൂർ പൂജ പ്രൊഡക്ട്സ്. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ചക്കുളത്തുകാവിൽ പൊങ്കാല 2024 ഡിസംബർ 13 വെള്ളിയാഴ്ച. ശബരിമലയിൽ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തി. ശബരിമല ആരാധനയ്ക്കുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. കൊല്ലം ആര്യങ്കാവിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിലും ഹൈക്കോടതി റിപ്പോർട്ട് തേടി. ശബരിമലയിൽ പ്രീപെയ്ഡ് ഡോളി സർവീസ് തുടങ്ങിയതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ നടത്തിയ സമരത്തെ തുടർന്നാണ് ഹൈക്കോടതിയുടെ നടപടി. പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ വിലക്കിക്കൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടു. ഡോളി ജീവനക്കാർക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അവ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ് വേണ്ടിയിരുന്നത്. പലരും ദിവസങ്ങളോ ആഴ്ചകളോ എടുത്താണ് ശബരിമലയിൽ വരുന്നത്. പ്രായമായവരും നടക്കാൻ വയ്യാത്തവരും രോഗികളുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഡോളി സർവീസ് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നും കോടതി വിമർശന സ്വരത്തിൽ ചോദിച്ചു. തീർത്ഥാടകരെ കൊണ്ടുപോകില്ലെന്ന് പറയുവാനോ ഇറക്കിവിടുന്നതോ അനുവദിക്കാൻ സാധിക്കില്ല. തീർത്ഥാടകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും ഹൈക്കോടതി ചോദ്യമുന്നയിച്ചു. ശബരിമല ആരാധനയ്ക്കുള്ള സ്ഥലമാണ്. അവിടെ സമരമോ പ്രതിഷേധമോ അംഗീകരിക്കാൻ പറ്റില്ല. ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ചീഫ് പോലീസ് കോർഡിനേറ്ററും ദേവസ്വം ബോർഡും ശ്രദ്ധിക്കണമെന്നും കഴിഞ്ഞ ദിവസത്തെ സമരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുവാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കൂടാതെ കൊല്ലം ആര്യങ്കാവിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വാഹനത്തിന്റെ കളർ ഫോട്ടോഗ്രാഫുകളടക്കം ചേർത്ത് റിപ്പോർട്ട് നൽകണം. മോട്ടോർ വാഹന വകുപ്പിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ജനം, കൊച്ചി. ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് എത്തിയ ടെലികമ്മ്യൂണിക്കേഷൻസ് വിഭാഗത്തിലെ പോലീസുകാർക്ക് മുൻകൂർ യാത്രാബത്ത നൽകാതെ ആഭ്യന്തര വകുപ്പ്. ഇൻസ്പെക്ടർ മുതൽ എല്ലാ ഗ്രേഡിലുമുള്ള പോലീസുകാർ ജോലി ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ജീവനക്കാർക്കാണ് യാത്രാബത്ത നൽകാത്തത്. ജനം, ബ്രേക്കിംഗ്. സന്നിധാനം, പമ്പ, എരുമേലി, നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ തുടങ്ങിയ ഇടങ്ങളിൽ ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് അഡ്വാൻസ് യാത്രാബത്ത നൽകാത്തത്. ഇൻസ്പെക്ടർ മുതൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ജോലി ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ 10 ദിവസം വീതമാണ് ഡ്യൂട്ടി. നിലവിൽ ജോലി ചെയ്യുന്നവർക്കും ഡ്യൂട്ടി കഴിഞ്ഞു പോയവർക്കും ഇതുവരെ യാത്രാബത്ത നൽകിയിട്ടില്ല. അതേസമയം മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാത്രാബത്ത ലഭിച്ചു കഴിഞ്ഞു. പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇവർക്കുള്ള തുക അനുവദിക്കേണ്ടത്. എന്നാൽ തുക അനുവദിക്കാത്തതിനു കാരണം ആഭ്യന്തര വകുപ്പിലെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന ആരോപണവുമുണ്ട്. ശബരിമല തീർത്ഥാടനത്തിൽ ഏറ്റവും സുപ്രധാനമായ വകുപ്പാണ് പോലീസിലെ ടെലികമ്മ്യൂണിക്കേഷൻ. ആ ടെലികമ്മ്യൂണിക്കേഷൻ ജോലി ചെയ്യുന്ന പോലീസുകാരോടാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ ക്രൂരത കാണിക്കുന്നത്. യാത്രാബത്ത പോലും നൽകാതെ. എന്താണ് ഇതിനുള്ള ഉത്തരം ഈ ആഭ്യന്തര വകുപ്പിന് പറയാനുള്ളത്? സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, സന്നിധാനം. ഏകാദശിക്കൊരുങ്ങി ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ഹൈക്കോടതി അല്പസമയത്തിനകം വീണ്ടും പരിഗണിക്കും. അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ ഉത്സവ പൂജാരീതി യഥാവിധി തുടരണമെന്ന് കണ്ടിരുന്നുവെന്നാണ് ഹർജിക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചത്. ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് ആചാര ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രി കുടുംബാംഗങ്ങളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്.
ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ വിശദമായ വാദമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കേൾക്കുന്നത്. ഉത്സവം പൂർവാചാര പ്രകാരം തുടരണമെന്നായിരുന്നു 2015 അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ കണ്ടത്. ആചരണാധികൾ യഥാവിധി തുടരണമെന്ന് 2018 ദേവപ്രശ്നത്തിലും കണ്ടു. ഉത്സവ പൂജാരീതികളിൽ മാറ്റം വരുത്തിയാൽ ദേവചൈതന്യം കുറയുമെന്നും ഹർജിക്കാർ ഹൈക്കോടതിയിൽ ഇന്നലെ വാദമുന്നയിച്ചിരുന്നു. സാധാരണ വഴിപാടാണ് ഉദയാസ്തമന പൂജയെങ്കിൽ തന്ത്രിയുടെ അനുവാദം വാങ്ങേണ്ടതില്ലെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് ആചാരലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രി കുടുംബാംഗങ്ങളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് തിരക്ക് കണക്കിലെടുത്തും ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമമാക്കാൻ വേണ്ടിയാണെന്നുമാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിലപാട്. ഉദയാസ്തമന പൂജ വഴിപാട് മാത്രമാണെന്നും ആചാരമല്ലെന്നും തന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ദേവസ്വം സത്യവാങ്മൂലവും സമർപ്പിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുക. തൃപ്പൂണിത്തുറ പൂർണ്ണത്ര ഈശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പിൽ കേസെടുത്ത വിവരം വനംവകുപ്പ് ഇന്ന് കോടതിയെ അറിയിക്കും. വൃശ്ചികോത്സവത്തിലെ ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന് കാണിച്ചാണ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കേസെടുത്തത്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ ആന എഴുന്നള്ളിപ്പിന് ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം കോടതി അംഗീകരിച്ചിരുന്നില്ല. വിഷയത്തിൽ കോടതി ഇന്ന് കൂടുതൽ വാദം കേൾക്കും. പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. UR പ്രദീപ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമസഭയിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CPM ബന്ധം ഉപേക്ഷിച്ച മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി BJP-യിൽ അംഗത്വം സ്വീകരിച്ചു. തിരുവനന്തപുരം മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ മധു മുല്ലശ്ശേരിക്ക് അംഗത്വം നൽകി. CPM വിമർശനങ്ങൾക്ക് മറുപടിയായി മകൻ മിഥുൻ മുല്ലശ്ശേരിയെയും പ്രവർത്തകരെയും ഒപ്പം കൂട്ടിയാണ് മധു മുല്ലശ്ശേരി BJP ആസ്ഥാനത്തെത്തിയത്. CPM-ന്റെ രാഷ്ട്രീയ പ്രസക്തി കേരളത്തിൽ നഷ്ടമായെന്ന് ചടങ്ങിൽ K സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടി പ്രവേശം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷനും മെമ്പറുമായിട്ടുള്ള ശ്രീ ബിബിൻ സി ബാബു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കുകയുണ്ടായി. CPIM-ന്റെ രാഷ്ട്രീയ പ്രസക്തി കേരളത്തിൽ അപ്രസക്തമാവുകയാണ്. CPIM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അസ്തമിക്കാൻ പോവുകയാണ്. പിണറായിയിലെ പാറപ്പുറത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ബീജാവാപം നൽകിയത്. പിണറായി വിജയന്റെ കാലത്തോടുകൂടി തന്നെ CPIM-ന്റെ ഉദകക്രിയയും കേരളത്തിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ CPM-നുള്ളിൽ കടുത്ത വിഭാഗീയത തുടരുമ്പോൾ ചിറ്റൂരിൽ ഏരിയ സമ്മേളനം ആരംഭിച്ചു. സമ്മേളനത്തിൽ നിന്നും കൊഴിഞ്ഞാമ്പാറയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വിമതർ വിട്ടുനിന്നു. വിമതർക്കെതിരെ നടപടിയുണ്ടായാൽ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ ഭരണം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകും. സുപ്രഭാതം പത്രത്തിലെ LDF പരസ്യത്തിൽ ജീവനക്കാർക്ക് ശാസന. ഇടതുമുന്നണിയുടെ പരസ്യം സമസ്തയുടെയും സുപ്രഭാതത്തിന്റെയും നിലപാടുകൾക്ക് നിരക്കാത്തതെന്ന് കണ്ടെത്തൽ. ജീവനക്കാർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും സുപ്രഭാതം ചെയർമാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ മുൻ ADGP MR അജിത് കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. വിജിലൻസ് യൂണിറ്റ് 1 ആണ് ചോദ്യം ചെയ്തത്. ആഡംബര വീട് നിർമ്മാണം, അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അജിത് കുമാറിൽ നിന്ന് വിവരങ്ങൾ തേടി. റിപ്പോർട്ട് അടുത്തയാഴ്ചയോടെ ഡയറക്ടർക്ക് കൈമാറും. വിജിലൻസ് SP PL ജോണിക്കുട്ടി, DYSP ഷിബു പാപ്പച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. തിരുവനന്തപുരം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള കോടികളുടെ ഭൂമി ഇടപാട്, കേസ് ഒത്തുതീർപ്പാക്കാൻ കൈക്കൂലി വാങ്ങൽ, സ്വർണ്ണ ഇടപാട് തുടങ്ങിയ ആരോപണങ്ങളാണ് ADGP MR അജിത് കുമാറിനെതിരെയുള്ളത്.
വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് MR അജിത് കുമാറിനെ ചോദ്യം ചെയ്തത്. വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള രേഖകൾ ADGP അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ കൂടിയായ DGP ഷേഖ് ദർവേസ് സാഹിബാണ് അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാരിന് ശുപാർശ നൽകിയത്. MR അജിത് കുമാറിനെതിരെ അഴിമതി ആരോപണങ്ങൾ ആദ്യം ഉന്നയിച്ചത് നിലമ്പൂർ MLA PV അൻവറാണ്. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലും അൻവർ ആരോപണങ്ങളിൽ ഉറച്ചു നിന്നു. ഈ മൊഴി കൂടി പരിശോധിച്ച ശേഷമാണ് വിജിലൻസ് അന്വേഷണത്തിന് അനുമതി തേടി DGP സർക്കാരിന് ശുപാർശ നൽകിയത്. കേസെടുത്ത് അന്വേഷണം നടത്തണമോ എന്ന കാര്യം അന്വേഷണം പൂർത്തിയായ ശേഷം വിജിലൻസ് തീരുമാനിക്കും. അടുത്ത ആഴ്ചയോടുകൂടി റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് അന്വേഷണ സംഘം കൈമാറും. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പാഠപുസ്തക അച്ചടിയുടെ മറവിൽ കോടികളുടെ അഴിമതി. തമിഴ്നാട്ടിൽ നിന്ന് പേപ്പർ വാങ്ങിയതിൽ 100 കോടിയിലധികം രൂപയുടെ അഴിമതി എന്നാണ് പരാതി. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി വഴി 2019 മുതൽ 24 വരെ നടത്തിയ ഇടപാടുകളിലാണ് അഴിമതി ആരോപണം. സ്റ്റോർ പർച്ചേസ് നിയമവും ടെൻഡർ നടപടികളും അട്ടിമറിച്ചാണ് കോടികളുടെ അഴിമതി നടത്തിയത്. ജനം എക്സ്ക്ലൂസീവ്. 2019 മുതൽ കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി വഴി പാഠപുസ്തകം അച്ചടിക്കുന്നതിലേക്കായി നടത്തിയ ഇടപാടിലാണ് കോടികളുടെ അഴിമതി നടന്നത്. തമിഴ്നാട് പേപ്പർ മില്ലിൽ നിന്നും പേപ്പർ വാങ്ങിയതിലാണ് 100 കോടിയോളം രൂപയുടെ അഴിമതി നടന്നത്. ഒരു ടൺ 80 GSM പേപ്പറിന് 54,000 രൂപയാണ് തമിഴ്നാട് പേപ്പർ മില്ലിൽ പരസ്യം ചെയ്തിട്ടുള്ളത്. 30/1/2019 പേപ്പർ വാങ്ങാനുള്ള ഭരണാനുമതിയിൽ 80 GSM പേപ്പറിന് അനുമതി നൽകിയത് 54,063 രൂപയ്ക്കാണ്. 23/1/2019 KBPS 76,200 രൂപയ്ക്ക് തമിഴ്നാട് പേപ്പർ മില്ലിന് പർച്ചേസ് ഓർഡർ നൽകി. 22,137 രൂപയുടെ ക്രമക്കേട്. ഇതുവഴി ആ വർഷം മാത്രമുണ്ടായത് 20 കോടിയുടെ വ്യത്യാസം. കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. 52,600 രൂപ ഒരു ടൺ പേപ്പറിന് ആ വിലയ്ക്ക് വേണം തമിഴ്നാട് പേപ്പർ മില്ലിൽ നിന്ന് വാങ്ങാനെന്നുള്ള ഗവൺമെന്റ് ഉത്തരവുണ്ട്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് 23/1 72,600 രൂപയ്ക്ക് എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ചുകൊണ്ട് തമിഴ്നാട് പേപ്പർ മില്ലിന് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് വിൽപ്പന നടത്തുകയാണ്, കരാറുണ്ടാക്കുകയാണ്. ഈ മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിച്ചുകൊണ്ട് ഏതാണ്ട് 20,000 രൂപ അധികം കൊടുത്തുകൊണ്ടിട്ടാണ് കേരളത്തിലെ പാഠപുസ്തക അച്ചടി നടക്കുന്നത്. 5/9/2019 80 GSM പേപ്പറിന് KBPS 78,700 രൂപ നൽകി. 300 MT അതേ വർഷം വാങ്ങുകയുമുണ്ടായി. മുൻ ഓർഡറിൽ നിന്നും 6,500 രൂപ അധികം. ഒരു ടെൻഡർ നടപടികളും ഇവിടെയും പാലിച്ചില്ല. ശരാശരി ഉപയോഗം കണക്കിലെടുക്കാതെയും സ്റ്റോർ പർച്ചേസ് നിയമം പാലിക്കാതെയുമാണ് പേപ്പർ വാങ്ങിയത്. അഡീഷണൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുള്ള ഭരണഘടനാ ഉത്തരവ് പ്രകാരം ഓരോ വർഷവും വാങ്ങുന്ന പേപ്പറിന്റെ അളവ് കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതിൽ നിന്ന് മിച്ചം വന്നിട്ടുള്ള എത്രയാണോ അത് കണക്കാക്കിയിട്ട് വേണം അടുത്ത വർഷം വാങ്ങിക്കാൻ. അപ്പോൾ സ്റ്റോർ പർച്ചേസ് നിയമം ബാധകമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്ത് ആ സ്റ്റോർ പർച്ചേസ് നിയമങ്ങൾ പാടെ ലംഘിച്ചുകൊണ്ട്, അതായത് സ്റ്റോർ പർച്ചേസ് വരുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലാണ്, അപ്പോൾ അത് പാടെ ലംഘിച്ചു കൊണ്ടിട്ടാണ് ഈ ഒരു വലിയൊരു അഴിമതി ഈ കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസും അതോടൊപ്പം തന്നെ തമിഴ്നാട് പേപ്പർ മില്ലിൽ നിന്നും ഇടനില നിന്നുകൊണ്ട് ഉണ്ടാക്കുന്നത്. 2016-17 മുതൽ സ്റ്റോർ പർച്ചേസ് നിയമം പാലിച്ച് ടെൻഡർ നടത്തിയ പർച്ചേസാണ് 2019 മുതൽ ഇല്ലാതായത്. ടെൻഡറിന് വിളിച്ചപ്പോൾ ആരും പങ്കെടുത്തില്ലെന്നാണ് സർക്കാരിന്റെ RTI മറുപടി. ഇത്തരത്തിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി 2024 വരെ സ്റ്റോർ പർച്ചേസ് നിയമം ലംഘിച്ച് പേപ്പർ വാങ്ങിയ ഇനത്തിൽ 100 കോടിയിലധികം രൂപ അഴിമതി നടന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അഴിമതിയിൽ പങ്കുണ്ടെന്നാണ് ആരോപണം. എസ് ശാലിനി, ജനം, തിരുവനന്തപുരം. KSEB നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തും. നാളെയോടുകൂടി സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനാണ് നീക്കം. വേനൽക്കാലത്തെ ഉയർന്ന വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിനായി സമ്മർ താരിഫ് എന്ന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷനും സർക്കാരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നാളെയോടുകൂടി സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനാണ് നീക്കം. ഇതിനോടൊപ്പം വേനൽക്കാലത്തെ ഉയർന്ന ഉപഭോഗം കുറയ്ക്കുന്നതിനായി സമ്മർ താരിഫ് എന്ന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ യൂണിറ്റിന് 10 പൈസ സമ്മർ താരിഫായി ഈടാക്കണമെന്നാണ് ആവശ്യം. നിലവിലെ യൂണിറ്റിന് ശരാശരി 4.45% വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് KSEB റെഗുലേറ്ററി കമ്മീഷന് മുന്നാകെ വെച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇളവുകൾ വരുത്തുന്നത് ആവശ്യപ്പെട്ടാൽ അതും പരിഗണനാ വിഷയമായി എടുക്കുമെന്നാണ് KSEBയുടെ അറിയിപ്പ്.
KSEB പറയുന്നത് പോലെ നിരക്ക് കൂട്ടിയാൽ ഈ വർഷം 812.16 കോടിയും അടുത്ത വർഷം 1399.93 കോടിയും 2026-27 1522.92 കോടിയും വരുമാന വർധന ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇത്തരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന നിരക്ക് വർധനവ് ഉപഭോക്താക്കളെ പ്രതികൂലമായി ബാധിക്കുമെന്നൊരു വാദവും ഉയരുന്നു. ജനം, തിരുവനന്തപുരം. കൊല്ലത്ത് ഇടമുളയ്ക്കൽ ബാങ്ക് ക്രമക്കേടിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് സംശയിക്കുന്നതായി കോടതി. കൃത്യമായ വിവരം നൽകിയില്ലെങ്കിൽ സർക്കാരിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കും. ഹർജി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. ബാങ്കിൽ സാമ്പത്തികമായിട്ട് ക്രമക്കേട് നടന്നു എന്നുള്ള ആരോപണത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചില വിമർശനങ്ങളും പരാമർശങ്ങളും ഉണ്ടായിരിക്കുന്നത്. ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ള സംശയം ഉള്ളതായിട്ടാണ് ജസ്റ്റിസ് അമിത് റാവലിന്റെ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത്. സർക്കാരിനെതിരെയാണ് ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. UDFന്റെ വിമതരാണ് ഈ സഹകരണ ബാങ്ക് ഭരിക്കുന്നത്. കേസിൽ എത്ര FIRകൾ ഇട്ട് എന്നുള്ളൊരു ചോദ്യം ഹൈക്കോടതി ആരായുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള വിവരം നൽകിയില്ലെങ്കിൽ സർക്കാരിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ മുന്നറിയിപ്പ്. സുപ്രീം കോടതിയിൽ പോയി കാല് പിടിക്കേണ്ടി വരുമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കേസ് EDക്ക് കൈമാറേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരത്തിൽ കേസ് കൈമാറിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കും കടക്കുമെന്നുള്ള മുന്നറിയിപ്പും ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ നിക്ഷേപ തുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിക്ഷേപകൻ നൽകിയ ഹർജിയിൽ EDയോട് ചില വിവരങ്ങൾ ഹൈക്കോടതി ആരാഞ്ഞത്. അതായത് ഈ സാമ്പത്തികമായിട്ട് ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കേസ് ഏറ്റെടുക്കാൻ EDയെ കൊണ്ട് സാധിക്കുമോ എന്നതിൽ നിലപാട് അറിയിക്കാനായിരുന്നു EDക്ക് നൽകിയ നിർദ്ദേശം. ഇക്കാര്യത്തിൽ കൂടുതൽ ഫയലുകളൊന്നും ലഭ്യമായി അല്ലാത്തതിനാൽ വിശദീകരണം നൽകാനായിട്ട് EDക്ക് കഴിഞ്ഞതുമില്ല. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഫയലുകൾ ലഭ്യമാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാട് ED അറിയിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ജസ്റ്റിസ് അമിത് റാവലിന്റെ ബെഞ്ച് ഈ നിക്ഷേപ തുക തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിക്ഷേപം നൽകിയിട്ടുള്ള ഹർജി പരിഗണിക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ ഒരു കെടുകാര്യസ്ഥ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി വിമർശന രൂപേണ പറഞ്ഞിട്ടുള്ളത്. ഈ ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുവെങ്കിൽ അതിലൊരു കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കോളേജിൽ നിന്ന് പുറത്താക്കിയ SFI നേതാവിനെ പരീക്ഷ എഴുതാൻ അനുവദിക്കാൻ MG സർവകലാശാല VCയുടെ ഉത്തരവ്. മതിയായ ഹാജറില്ലാത്തതിനാൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകാതിരുന്ന എടത്വ കോളേജ് പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കാനും നീക്കം. VCയുടെ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിവേദനം നൽകി. ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് കോളേജിൽ നിന്നും പുറത്താക്കിയ SFI നേതാവിന് BSc ബിരുദ കോഴ്സിന്റെ 5-6 സെമസ്റ്ററിൽ ഇന്റേണൽ മാർക്ക് നൽകി പരീക്ഷ എഴുതാൻ അനുവദിക്കാനാണ് MG വൈസ് ചാൻസലറുടെ ഉത്തരവ്. 5ാം സെമസ്റ്ററിൽ 6 ദിവസം മാത്രം കോളേജിൽ ഹാജരാവുകയും 6ാം സെമസ്റ്റർ പൂർണ്ണമായും ഹാജരാകാതിരിക്കുകയും കോളേജിൽ നിന്നും നിർബന്ധ വിടുതൽ സർട്ടിഫിക്കറ്റ് നൽകി പുറത്താക്കുകയും ചെയ്ത വിദ്യാർത്ഥിയെയാണ് VC സംരക്ഷിക്കുന്നതെന്നാണ് ആക്ഷേപം. സർവകലാശാല റെഗുലേഷൻ പ്രകാരം പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുവാൻ അനുവദിക്കാനാവില്ലെന്ന് യൂണിവേഴ്സിറ്റിയെ അറിയിച്ച പ്രിൻസിപ്പലിന്റെ നിയമനാംഗീകാരം പിൻവലിക്കുമെന്നാണ് രജിസ്ട്രാറുടെ ഭീഷണിക്കത്ത്. പ്രിൻസിപ്പലിന്റെ നിയമനാംഗീകാരം പിൻവലിക്കുമെന്ന് കാണിച്ചുള്ള കത്ത് കോളേജ് മാനേജർക്കും യൂണിവേഴ്സിറ്റി കൈമാറി. സെന്റ് അലോഷ്യസ് കോളേജിലെ വിദ്യാർത്ഥിയായ SFI നേതാവ് ശ്രീജിത്ത് സുഭാഷിനെയാണ് ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ 2023 ഒക്ടോബറിൽ നിർബന്ധിത TC നൽകി കോളേജിൽ നിന്നും പുറത്താക്കിയത്. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കോളേജിൽ നിന്നും പുറത്താക്കിയ SFI നേതാവിനെ പരീക്ഷ എഴുതിക്കാനുള്ള MG സർവകലാശാലയുടെ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് ആവശ്യം. VCക്ക് ഇതിൽ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട കോളേജ് മാനേജ്മെന്റും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ഗവർണർക്ക് നിവേദനം നൽകി. ജനം, തിരുവനന്തപുരം. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആയുഷ് ഷാജിയുടെ സംസ്കാരം കുട്ടനാട്ടിലെ കാവാലത്ത് നടന്നു. പിതാവ് ഷാജിയുടെ കുടുംബ വീടായ നെല്ലൂർ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടന്നത്. മെഡിക്കൽ കോളേജിലെ സഹപാഠികളും സുഹൃത്തുക്കളും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ആയുഷിന്റെ പിതാവ് ഷാജിയുടെ കാവാലത്തെ കുടുംബ വീടിനോട് ചേർന്നാണ് ആയുഷിന് ചിതയൊരുക്കിയത്. മെഡിക്കൽ കോളേജിലെ സഹപാഠികളും മറ്റു സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് ആളുകൾ സംസ്കാര ചടങ്ങിനെത്തി. ആയുഷിന്റെ കൂട്ടുകാരെയും ബന്ധുക്കളെയും കണ്ടതോടെ അച്ഛന്റെയും അമ്മയുടെയും സങ്കടം അണപൊട്ടി. ഇൻഡോറിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കളായ ഷാജിയും ഉഷയും
സഹോദരി ജിഷയും ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് കാവാലത്തെ വീട്ടിലെത്തിയത്. ഇൻഡോറിൽ +2 വരെ പഠിച്ച ആയുഷ് ഷാജി എൻട്രൻസ് പരിശീലനത്തിനായാണ് കേരളത്തിലെത്തിയത്. നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ആയുഷ് മറ്റ് 3 മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടും അവധിക്ക് കുടുംബ വീട്ടിലെത്താമെന്നതിനാലാണ് പഠനത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് തെരഞ്ഞെടുത്തത്. കഴിഞ്ഞയാഴ്ച കാവാലത്തെ വീട്ടിലെത്തിയ ആയുഷ് ക്രിസ്മസ് അവധിക്ക് എത്താമെന്ന് പറഞ്ഞ് മടങ്ങിയതാണ്. തിങ്കളാഴ്ച രാത്രിയാണ് ആലപ്പുഴ കളർകോട് MBBS വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടവേര കാർ KSRTC ബസ്സിലിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർ മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഗുരുതര പരിക്കേറ്റ എടത്വ സ്വദേശി ആൽവിൻ ജോർജിനെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ജനം, ആലപ്പുഴ. കൊല്ലം ആര്യങ്കാവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ട ഒരു മരണം. സേലം സ്വദേശി ധനപാലനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 18 പേർ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. இங்கே ஒரு ஓகே இன்னும் டாக்டர் வரணும். நாங்கள் வந்தால் தான் தெரியும். இப்போ ப்ராக்டிஸாக இருக்குது கால். லாரி ஓவர்ஃபுட் எல்லாம் தூங்கிட்டோம். பக்தர் நாங்கள் டிரைவரு மீதி ஒரு 5 தான் பார்த்தாங்க. ஜஸ்ட் ஒரு ½ அன் ஹவர் கண்ணு முன்னே அவ்வளோதான் வண்டி வந்து அடிச்சிருக்கு. எல்லாருமே ஒரு 5 சாமி முழிச்சிட்டு இருந்தோம். மீதி சாமியெல்லாம் நைட்டு எல்லோரும் மேலேருந்து வந்தனால உள்ள அழைப்பிலெல்லாம் படுத்துட்டாங்க. டிரைவரு அதெல்லாமே இன்னும் ஒரு 5 சாமி முன்னாடி இருந்த சாமியெல்லாம் முழிச்சிட்டு இருந்தாங்க. நான் ஆக்சிடென்ட் ஆகிறதுக்கு முன்னாடி ஒரு 10 நிமிஷத்துக்கு முன்னாடி தான் வரைக்கும் முழிச்சிட்டு இருந்தேன். அப்போ தான் படுக்கிறேன் கீழே. അടുത്ത ഒരു 5 നിമിഷത്തിൽ ആക്സിഡന്റ് ആയിடுச்சு. പുലർച്ചെ 3:45 അപകടം. ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു തമിഴ്നാട് സേലത്തു നിന്നുള്ള 30 പേരടങ്ങുന്ന അയ്യപ്പ സംഘം. ആര്യങ്കാവ് പഴയ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് തമിഴ്നാട്ടിൽ നിന്ന് സിമന്റുമായി വന്ന ലോറി തീർത്ഥാടക വാഹനവുമായി കൂട്ടിയിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ തീർത്ഥാടകരുടെ ബസ് 30 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. 3 വട്ടം കരണം മറിഞ്ഞാണ് ബസ് നിലം പതിച്ചത്. ചെക്ക് പോസ്റ്റിന് സമീപം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. ധനപാലൻ എന്നയാളുടെ മരണവും സ്ഥിരീകരിച്ചു. തലയ്ക്കുൾപ്പെടെ ഗുരുതര പരിക്കേറ്റ 4 പേരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പുനലൂർ ആശുപത്രിയിൽ 4 കുട്ടികളും ചികിത്സയിലുണ്ട്. അപകടശേഷം ലോറി ഡ്രൈവർ ഇറങ്ങി ഓടിയെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ പറയുന്നു. പുറത്ത് ന്യൂട്രൽ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ആ ലോറിയുടെ അത്രയും വലിയ ഫാക്ടർ തന്നെ. ഇപ്പം എന്തായാലും ഇവിടെയുള്ള കുറച്ച് പേർക്ക് ആശ്വാസം കിട്ടത്തക്ക രീതിയിൽ വലിയ പ്രശ്നങ്ങളില്ല. എങ്കിലും ഇവിടെ കിടക്കുന്നവരിൽ ഇപ്പോൾ എക്സ്റേ എടുക്കാൻ സ്കാൻ ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. ആര്യങ്കാവ് പാതയിൽ അപകടങ്ങൾ പതിവാണ്. അധികൃതരെ നിരവധി തവണ അറിയിച്ചിട്ടും നടപടിയില്ലെന്നും പരാതികളുണ്ട്. അതായത് ആര്യങ്കാവ് മുതൽ പുനലൂർ വരെയുള്ള പാതയെന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ പാതയാണ്. ഈ പാതയിലൂടെ ന്യൂട്രലിൽ വരുന്ന വണ്ടികളാണ് കൂടുതലായി അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. അത്തരത്തിലുള്ള അപകടമാകും ഇതും എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഇതിനൊരു ലിമിറ്റ് ചെയ്യാനുള്ള നടപടി അധികൃതർ എടുക്കണം. അത് മാത്രമല്ല, ഈ പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണ്. ഈ പാതയുടെ ഇരുവശങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് വർഷങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ടാറിന് ശേഷം വലിയ കുഴിയാണ്. ആ കുഴി മൂടണം. ആ കുഴി മൂടിയില്ലെങ്കിൽ അപകടം ഉണ്ടാകും. നിരവധിയായ അപകടങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ സേലത്തു നിന്നും രാത്രിയോടെ പുനലൂരിലെത്തും. താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ധനപാലന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ജനം, കൊല്ലം. കൊല്ലം ചടയമംഗലത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു. മകൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. നിലമേൽ വെള്ളാമ്പാറ സ്വദേശി ശ്യാമളകുമാരിയാണ് മരിച്ചത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കൊല്ലം ചെമ്മാമുക്കിൽ കാറിൽ സഞ്ചരിച്ച യുവതിയെ ഭർത്താവ് തീ കൊളുത്തി കൊലപ്പെടുത്തിയതിന് കാരണം സംശയരോഗമെന്ന് FIR. അനിലയും ബിസിനസ് പങ്കാളി ഹനീഷും തമ്മിലുള്ള സൗഹൃദത്തിലെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് നിഗമനം. ഹനീഷ് അനിലയുടെ മുന്നിലിട്ട് തന്നെ മർദ്ദിച്ചതായും പത്മരാജൻ പോലീസിനോട് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രതിയായ പത്മരാജനെ ചോദ്യം ചെയ്തതിൽ ഭാര്യയും ഹനീഷും തമ്മിലുള്ള സൗഹൃദത്തിലെ സംശയമാണ് കൃത്യത്തിന് കാരണമായതെന്ന് പോലീസ് കണ്ടെത്തി. പാർട്ട്ണർഷിപ്പിൽ ബേക്കറി നടത്തുന്ന അനിലയെ ഭർത്താവ് അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പലതവണ ശ്രമിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ തർക്കവും നിലനിന്നു. ബേക്കറി പങ്കാളിയായ ഹനീഷ് അനിലയുടെ മുന്നിലിട്ട് പത്മരാജനെ മർദ്ദിച്ചതായും ചോദ്യം ചെയ്യലിൽ പ്രതി പറഞ്ഞു. അനിലയുടെയും ഹനീഷിന്റെയും സൗഹൃദം പത്മരാജനിൽ സംശയമുണ്ടാക്കി. ഇരുവരെയും കൊല്ലാനായിരുന്നു പദ്ധതി. എന്നാൽ കാറിലുണ്ടായിരുന്നത് ബേക്കറി ജീവനക്കാരനാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി ചെമ്മാമുക്കിലെ റോഡിലാണ് അനില സഞ്ചരിച്ചിരുന്ന കാറിനെ തടഞ്ഞു നിർത്തി ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഒമിനി വാൻ ചേർത്ത് നിർത്തി തടഞ്ഞായിരുന്നു ആക്രമണം. ഇതിനായി പമ്പിൽ നിന്ന് വാങ്ങിയ പെട്രോൾ പത്മരാജൻ പാത്രത്തിൽ കരുതിയിരുന്നു. അനില സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു.
പൊള്ളലേറ്റ ബേക്കറി ജീവനക്കാരനായ യുവാവ് ചികിത്സയിലാണ്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നു. സംഭവ സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി. ജനം, കൊല്ലം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 ഉപഗ്രഹം ഇന്ന് വിക്ഷേപിക്കും. PSLV 59 റോക്കറ്റിലായിരിക്കും പ്രോബ 3 ഭ്രമണപഥത്തിലെത്തിക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഇന്ന് വൈകിട്ട് 3:30 കൗണ്ട് ഡൗൺ ആരംഭിക്കും. ISRO വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 580 കിലോ ഭാരം വരുന്ന ഉപഗ്രഹമാണ് പ്രോബ 3. 2 ഉപഗ്രഹങ്ങൾ ഒരു യൂണിറ്റായി വിക്ഷേപിക്കുകയും ബഹിരാകാശത്തെത്തിയതിനു ശേഷം വേർപിരിയുകയും ചെയ്യുന്ന സംവിധാനമാണ് പ്രോബ 3. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സൗര നിരീക്ഷണ ദൗത്യമാണ് പ്രോബ 3. ചെറു ഉപഗ്രഹങ്ങളായി മാറുമെങ്കിലും പ്രവർത്തനം പരസ്പര പൂരകമാണ്. സോളാർ കൊറോണയുടെ നിരീക്ഷണമാണ് ലക്ഷ്യം. നാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിൽ ദക്ഷിണ കൊറിയയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പിൻവലിച്ചു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പാർലമെന്റ് പ്രമേയം പാസാക്കിയിരുന്നു. ശക്തമായ ജനകീയ പ്രതിഷേധവും പ്രസിഡന്റിന്റെ നടപടിക്കെതിരെ അരങ്ങേറി. ദക്ഷിണ കൊറിയയിൽ ഇന്നലെ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പിൻവലിച്ചു. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രമേയം പാർലമെന്റിൽ പാസ്സാവുകയും ചെയ്തു. തുടർന്ന് സ്പീക്കർ വീൻ വോൺ ഷിക് അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. കടുത്ത ജനകീയ പ്രതിഷേധവും പ്രസിഡന്റിന്റെ നീക്കത്തിനെതിരെ ഉയർന്നു വന്നു. പ്രതിഷേധക്കാർ പാർലമെന്റ് വളഞ്ഞ് സമരവും ആരംഭിച്ചു. ഇന്നലെയാണ് പ്രസിഡന്റ് യൂൺ സൂക് യൂൾ ദക്ഷിണ കൊറിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ ഉത്തര കൊറിയൻ സ്വാധീനത്തിൽ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അടിയന്തരാവസ്ഥയെ പിൻവലിച്ച നടപടിയെ സ്വാഗതം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ഐബിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിവിധ കോഴ്സുകളിൽ ഡിപ്ലോമയും PG ഡിപ്ലോമയും പൂർത്തിയാക്കിയ 100ഓളം വിദ്യാർത്ഥികൾക്കായി ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഐബിസ് കൊച്ചി ക്യാമ്പസിൽ നടന്ന ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവിൽ മാനേജ്മെന്റ് മേഖലകളിൽ നിന്ന് 10-ലധികം കമ്പനികൾ പങ്കെടുത്തു. ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവിൽ പങ്കെടുത്ത നിരവധി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മുൻനിര സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ചെന്ന് ഐബിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അധികൃതർ അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ നാടൻ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേരള ദിനേശിന്റെ സ്റ്റോൾ പ്രവർത്തനം ആരംഭിച്ചു. വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും ഉൾപ്പെടെ നിരവധി നാളികേര ഉൽപ്പന്നങ്ങളാണ് സ്റ്റോളിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ S. സജിത് കുമാർ സ്റ്റോളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ദിനേശിന്റെ ചെയർമാൻ ദിനേശ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മളിപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയാണ് 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് എന്നുള്ളത്. ഇപ്പോൾ കേരള ദിനേശ് ആ 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റിലൂടെ ഇവിടെ ഒരു സ്റ്റാള് ആരംഭിച്ചപ്പോൾ ദിനേശിൻ്റെ ഒരു പ്രചരണം, ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കേരള ജനങ്ങളിൽ എത്തിക്കുക, അതിനാവശ്യമായ പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ നമുക്കറിയാം 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് മാത്രം ഇവിടെ വെക്കാൻ വേണ്ടി കഴിയുള്ളൂ. നമ്മൾ ദിനേശിൻ്റെ തേങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ വിതരണം ചെയ്തു വരുന്നത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.